എല്ലാ കൂട്ടുകാർക്കും തൗഹീദ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അഫ്സൽമ പ്രിലിമിനറി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിഷയങ്ങളുടെ കൂടെ ഉള്ള ഒരു സബ്ജക്റ്റാണ് ഇൽമു തൗഹീദ്. 20% മാർക്കിന് നമ്മുടെ ഇൽമു തൗഹീദിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. നമ്മളിന്ന് അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇൽമു തൗഹീദ്, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം. എന്താണ് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം? മാഹു ഇൽമു തൗഹീദ്, എന്താണ് തൗഹീദ് ശാസ്ത്രം? ഇൽമുൻ, അതൊരു സയൻസാണ്. യുബ്അസു ഫീഹി, അതിൽ ചർച്ച ചെയ്യും വഹ്ദാനിയത്തുല്ലാഹ്, അല്ലാഹ് ഒരുവനാണെന്ന ചിന്ത. വ ഇൽമുൻ, അതൊരു ശാസ്ത്രമാണ്. യുസ്ബത്തു, സ്ഥിരപ്പെടുത്തുന്ന ശാസ്ത്രം. വഹ്ദാനിയത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വം. വ ശരീഅത്തുഹു, അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അത് സ്ഥിരപ്പെടുത്തും. ബിൽ അദില്ലത്തിൻ നഖ്ലിയ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും തെളിവിൽ. വൽ അഖ്ലിയ, ബുദ്ധിപരമായിട്ടും നഖ്ലിയായിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ ശരീഅത്തിനെയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും ഇവിടെ സ്ഥിരപ്പെടുത്തും. ഇനി മാഹിയ മജാലാത്തു ഇൽമി തൗഹീദ്, ഇൽമു തൗഹീദിൻ്റെ മേഖലകൾ, ഏതെല്ലാം മേഖലയാണ് അതിൽ ചർച്ച ചെയ്യുക? അതിൻ്റെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണ്? 1 അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക. 2 അൽ ഈമാനു ബി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബിൽ കുതുബി, ദൈവിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബിൽ മലായിക, മാലാഖമാരിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, ഒരു അന്ത്യനാൾ ഉണ്ടാകും, ഒരു ഡൂംസ് ഡേ ഉണ്ടാകും, അതിൽ വിശ്വസിക്കുക. അൽ ഈമാനു ബിൽ ഖദർ, വിധിയിൽ വിശ്വസിക്കുക. ഖൈരിഹി, നന്മയാകട്ടെ, വശദ്ദിഹി, തിന്മയാകട്ടെ. വിധി എന്നൊരു സംഭവമുണ്ട്. മനുഷ്യൻ പൂർണ്ണമായും ഓൾറെഡി പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു വസ്തുവാണ്. നമ്മളതൊക്കെ എഴുതപ്പെട്ടതാണ്. ഈ എഴുതപ്പെട്ട വിധിക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ മനുഷ്യന് ടെൻഷൻ ഉണ്ടാവില്ല, നമ്മുടെ വിധിയാണ്. അപ്പോൾ വിധിയിലുള്ള വിശ്വസിക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആവുന്നത് ഒരു പക്ഷേ വിധി വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് എഴുതി വെച്ചതാണല്ലോ. അതോടൊപ്പം സൃഷ്ടികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എഴുതി വെച്ചതേ നടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അള്ളാഹുവിൻ്റെ അറിവാണ്. അള്ളാഹുവിന് പാസ്റ്റും പ്രസൻറ്റും ഇല്ല, അതുകൊണ്ട് അള്ളാഹുവിനെ അറിയാമെന്നേ ഉള്ളൂ. നോക്കൂ, ഇനി ഇൽമു തൗഹീദിൻ്റെ സ്ഥാനം എന്താണ് മറ്റു ശാസ്ത്രങ്ങൾക്കിടയിൽ? മാഹിയ മക്കാനത്തു ഇൽമി തൗഹീദ്, ഏകദൈവ വിശ്വാസ ശാസ്ത്രത്തിൻ്റെ സ്ഥാനം എന്ത്? അഷ്റഫുൽ ഉലൂം, ഏറ്റവും അഷ്റഫായ, ഏറ്റവും മഹത്വമുള്ള വിജ്ഞാനം ഇൽമു തൗഹീദ്, ഏകദൈവ വിശ്വാസ ശാസ്ത്രമാണ്. എന്തേ കാരണം? ലിഅന്ന മൗളുഅഹു, ബിക്കോസ് ഇറ്റ്സ് സബ്ജക്റ്റ് മാറ്റർ, അതിൻ്റെ വിഷയം എന്താ? ഖാലിഖുൽ കായിനാത്ത്, പ്രപഞ്ച സൃഷ്ടാവാണ്. ആരാ പ്രപഞ്ച സൃഷ്ടാവ്? ഹുവല്ലാഹ്, അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ട് ഏറ്റവും മഹത്വമുള്ളത്, ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള സയൻസാണിത്. ദ മോസ്റ്റ് ഗ്ലോറിയസ്. ഇനി നോക്കൂ, ഹൽ തഅല്ലുമുഹു ഫർളു ഐനിൻ, അത് പഠിക്കൽ ഫർളു ഐനാണോ? നഅം, അതെ. തഅല്ലുമുഹു ഫർളു ഐനിൻ, ഓരോരുത്തർക്കും ഫർളാണത്. എന്തിന്? ലിതസബ്ബുത്തിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ തൗഹീദ് വേണം. ഏകദൈവ വിശ്വാസം എന്താണെന്നറിയണം. ഇനിയോ, ഹലേ തമ്മൽ ഖുർആനു ബി തൗഹീദ്, വിശുദ്ധ ഖുർആൻ തൗഹീദ് കൊണ്ട് തൗഹീദിനെ പരിഗണിച്ചിട്ടുണ്ടോ? ഉണ്ട്. മക്കിയായ സൂറത്തുകൾ നോക്കൂ. കാനത്തി സൂറുൽ മക്കിയ, മക്കയിൽ അവതരിച്ച സൂറത്തുകളെല്ലാം എന്താണ്? അത് മുക്തസിറത്തൻ അല്ല തൗഹീദ്, തൗഹീദിൻ്റെ മേൽ ആയിരുന്നു. കൂടുതൽ ആളുകളെ മക്കയിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ അള്ളാഹു കൂടുതലും ആളുകളെ തൗഹീദിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇനിയോ, മുസ്ലിങ്ങൾ ഈ ശാസ്ത്രത്തെ പരിഗണിച്ചിട്ടുണ്ടോ? ഹൽ ഇഹ്തമ്മൽ മുസ്ലിമൂന, നഅം ഇഹ്തമ്മൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ഇഹ്തിമാമൻ ബാലിഗ, പൂർണ്ണമായ പരിഗണന. ഫക്കാനു, അപ്പോൾ അവർ ആയി ദാ ഇസ്സത്തിൻ, മുസ്ലിങ്ങൾ തൗഹീദ് പഠിപ്പിച്ചപ്പോൾ, തൗഹീദിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവർ ഇസ്സത്തായി. എന്ത് വന്നാലും അല്ലാഹുണ്ടെന്നുള്ള ബോധം. യുദ്ധക്കളങ്ങളിൽ ശത്രുക്കൾ നമ്മളെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് യാ അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഇസ്സത്ത്, എന്ത് സംഭവിച്ചാലും ഹുവല്ലാഹ്, അതുകൊണ്ടാണ് മുസ്ലിംകൾക്ക് ഇസ്സത്ത് ഉണ്ടായത്.
ഇനി മുസ്ലിങ്ങൾ തൗഹീദിൽ നിന്ന് വിട്ടുപോയപ്പോഴോ ലമ്മാ അഹ്മലു, അവർ തൗഹീദിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇഹ്തല്ലത്ത് അഖായിദുഹും, അവരുടെ ചിന്തകളിൽ ഹലലുകൾ ഉണ്ടായി. ഇഹ്തല്ലത്ത് അഖായിദുഹും, അവരുടെ വിശ്വാസങ്ങളിൽ ഖലലുകൾ വരാൻ തുടങ്ങി.